റഹീം. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരുടെയും ജിന്നുകളുടെയും സമൂഹമേ, മനുഷ്യരെ ജിന്നുകളെ, ഇനിസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അൻ തൻഫുദു, കടന്നു കയറിപ്പോകാൻ, തുളച്ചു കയറിപ്പോകാൻ സാധിക്കുമെങ്കിൽ, മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അറ്റങ്ങളെ കീറിമുറിച്ച് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഫംഫുദു, നിങ്ങളൊന്ന് പൊയ്ക്കാട്ടെ, നിങ്ങളൊന്ന് പോയി നോക്കി. ആകാശഭൂമികളുടെ അറ്റങ്ങളെ ഭേദിച്ചു മുറിച്ചു കടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്യിൻ. ലാ തൻഫുദൂൻ, നിങ്ങൾക്ക് സാധിക്കുകയില്ല, ഇല്ലാ ബിസുൽത്താൻ, അല്ലാഹു നൽകുന്ന പരമാധികാരം കൊണ്ടല്ലാതെ നിങ്ങൾക്കിത് സാധ്യമാവുകയില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് മനുഷ്യരെ ജിന്നുകളെ നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതിന്റെ അർത്ഥം ചന്ദ്രനിൽ പോവാൻ പറ്റില്ലെന്നോ, നാസയ്ക്ക് സ്പേസ് എക്സ്പ്ലോറേഷൻ നടത്താൻ പറ്റൂല എന്നോ ഇതൊന്നുമല്ല. ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ മൊത്തം റേഡിയസിന്റെ 0.2% മാത്രമേ മനുഷ്യൻ സഞ്ചരിച്ചിട്ടുള്ളൂ എന്നാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ കണക്കുകൾ വഴി പറയാൻ പോവാണ്. ചിലരിതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്, ചന്ദ്രർക്ക് പോകാൻ പറ്റൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ലാ ബി സുൽത്താൻ, അള്ളാഹു നൽകുന്ന മഹത്തായ കഴിവുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ, അപ്പൊ നിങ്ങൾ പോയിട്ടുണ്ട്. അതല്ല ഈ ആയത്തിന്റെ അർത്ഥം. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാറൊക്കെ കേട്ടിട്ടുണ്ട്. യാ അല്ലാഹ്, ഈ ആയത്തിന്റെ ആശയം അതല്ല. ചന്ദ്രനിൽ പോവുക, ചൊവ്വയിൽ പോവുക, നിങ്ങൾ സാക്ഷ്യങ്ങളോ, നിങ്ങൾ പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന സൂര്യന്റെ അപ്പുറമുള്ള ഏറ്റവും ആദ്യത്തെ നക്ഷത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിക്കോ. ഇതൊന്നും ഒന്നുമല്ല. അഖ്താറുസ് സമാവാത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം റേഡിയസ് നിങ്ങൾക്ക് മുറിച്ചു കടക്കാൻ കഴിയുമോ? ഇംപോസിബിൾ, സാധ്യമേ അല്ല. ഭൂമിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അവിടെ ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു ഇന്റലക്ച്വൽ ഡിബേറ്റാണ്. ബുദ്ധിപരമായ മനുഷ്യന്റെ ബുദ്ധിയോട് അള്ളാഹു സംവദിക്കുന്ന ഒരു ആയത്താണ്. കാരണം ലോകത്ത് പലർക്കും പല വിഷയങ്ങളായിരിക്കും ദുനിയാവിൽ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുക. ചിലർക്ക് സ്പേസിനെ സംബന്ധിച്ച് ഭയങ്കര കോസ്മോളജി, കോസ്മോളജി അല്ല, ആസ്ട്രോണമി ഭയങ്കര സംഭവമായിരിക്കും, ആകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ. ഇപ്പോ നാസ എന്ന് പറയുന്ന ബഹിരാകാശ ഗവേഷണ പഠനങ്ങൾ നടത്തുന്ന സംഘടന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം, അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളാണ്. ഇതൊന്നും അള്ളാഹു ചെറുതായി കാണിക്കല്ല. പക്ഷേ ഇതൊന്നുമല്ല പ്രപഞ്ചം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ലോകം ഇതിന്റെയൊക്കെ ഒരുപാട് അപ്പുറം കിടക്കുന്ന സംഗതികളാണ്. അതിനൊന്നും മുറിച്ചു കടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല കേട്ടോ. അള്ളാഹു തആല ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹു നൽകുന്ന പരമാധികാരം കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. അങ്ങനെ ഒരു പരമാധികാരം അള്ളാഹു നൽകിയത് ഒരേ ഒരാൾക്ക് മാത്രമാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് 27 രാവിൽ ഹിജ്റ പോകുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് 7 ആകാശങ്ങളും അതിനപ്പുറവും സിദ്റത്തുൽ മുൻതഹായും ലൗഹും കലമും അള്ളാഹുവിന്റെ തിരുസന്നിധാനവും എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സുൽത്താൻ, അള്ളാഹു നൽകുന്ന പരമമായ അള്ളാഹുവിന്റെ ശക്തിയും അള്ളാഹു നൽകുന്ന കഴിവും. ഇതുകൊണ്ടല്ലാതെ ഒരാൾക്കും കഴിയൂല. ഇല്ലാതെ സാധിക്കുമെങ്കിൽ അത് ഒരാൾക്കേ കഴിഞ്ഞുള്ളൂ. അതാർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.